സൗരയൂഥത്തിലെ ഗോളങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, പ്രകൃതിയുടെ ഗണിതബോധം കാണാം. അതേ ഗണിതബോധം മനുഷ്യൻ തൻ്റെ സൃഷ്ടികൾക്കും നൽകിയിരിക്കുന്നതായി കാണാം. അടിസ്ഥാന ഗണിതരൂപങ്ങളിൽ പെട്ടതാണ് സ്തംഭങ്ങളും സ്തൂപികകളും. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒരേ ആകൃതിയും വലിപ്പവും സൂക്ഷിക്കുന്നതാണ് സ്തംഭങ്ങൾ എങ്കിൽ മറുഭാഗത്ത് ഒരു ബിന്ദുവിൽ അവസാനിക്കുന്നതാണ് സ്തൂപികകൾ. പാദം സമചതുരമായുള്ള സ്തൂപികയാണ് സമചതുര സ്തൂപിക. അതിൻ്റെ 4 പാർശ്വമുഖങ്ങളും തുല്യമായ സമപാർശ്വ ത്രികോണങ്ങൾ ആണ്. സമചതുര സ്തൂപികയ്ക്ക് 8 വക്കുകളുണ്ട്. പാദമുഖത്തുള്ള 4 പാദവക്കുകളും പാർശ്വമുഖങ്ങളിലുള്ള 4 പാർശ്വവക്കുകളും. പാദവക്കുകളെ ബി എന്നും പാർശ്വവക്കുകളെ ഇ എന്നും അക്ഷരങ്ങൾ കൊണ്ട് സൂചിപ്പിക്കാം. സ്തൂപികകൾക്ക് 2 തരം ഉയരങ്ങളുണ്ട്, ഉയരവും ചരിവുയരവും. പാർശ്വമുഖ ത്രികോണങ്ങളുടെ ഉയരമാണ് ചരിവുയരം. ചരിവുയരത്തെ എൽ എന്നും യഥാർത്ഥ ഉയരത്തെ എച്ച് എന്നും അക്ഷരങ്ങളാൽ സൂചിപ്പിക്കാം. ഒരു സമചതുര സ്തൂപികയുമായി ബന്ധപ്പെട്ട് 2 പ്രധാന മട്ടത്രികോണങ്ങൾ ചൂണ്ടിക്കാണിക്കാം. പാദവക്ക്, പാർശ്വവക്ക്, ചരിവുയരം എന്നിവ വശങ്ങളായ മട്ടത്രികോണം. അതിൻ പ്രകാരം b/2 ഓൾ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ സമം ഇ സ്ക്വയർ എന്ന വാക്യം പറയാം. പാദവക്ക്, ഉയരം, ചരിവുയരം എന്നിവ വശങ്ങളായ മട്ടത്രികോണം. അതിൻ പ്രകാരം b/2 ഓൾ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ സമം എൽ സ്ക്വയർ എന്ന വാക്യം പറയാം. ഇനി സമചതുര സ്തൂപികയുടെ പരപ്പളവുകൾ കാണാം. പാദപരപ്പളവ് ബി സ്ക്വയർ. ഒരു പാർശ്വമുഖ പരപ്പളവ് 1/2 bl. ആകെ പാർശ്വതല പരപ്പളവ് 2 bl. ഉപരിതല പരപ്പളവ് ബി സ്ക്വയർ പ്ലസ് 2 bl. ഒരു സമചതുര സ്തൂപികയുടെ വ്യാപ്തം എന്നത് അതേ അളവുകളുള്ള സ്തംഭത്തിൻ്റെ വ്യാപ്തത്തിൻ്റെ 1/3 അതായത് ഒരു സ്തംഭത്തിൻ്റെ വ്യാപ്തം ബി സ്ക്വയർ എച്ച് ആണെങ്കിൽ സ്തൂപികയുടേത് 1/3 ബി സ്ക്വയർ എച്ച് ആയിരിക്കും. പാദം വൃത്തമായുള്ള സ്തൂപികയാണ് വൃത്തസ്തൂപിക. അതിന് 2 മുഖങ്ങളാണ് ഉള്ളത്, പാദമുഖവും വക്രമുഖവും. സ്തൂപികയുമായി ബന്ധപ്പെട്ട് 3 അളവുകൾ പറയാം. ആരം ആർ, ഉയരം എച്ച്, ചരിവുയരം എൽ എന്നിങ്ങനെ. ആരം, ഉയരം, ചരിവുയരം എന്നിവ വശങ്ങളായുള്ള ഒരു മട്ടത്രികോണം സങ്കല്പിക്കാം. അതിൻ പ്രകാരം ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ സമം എൽ സ്ക്വയർ എന്ന വാക്യം പറയാം. ഒരു വൃത്തസ്തൂപികയുടെ പാദപരപ്പളവ് πr സ്ക്വയർ ആയിരിക്കും. അതിൻ്റെ വക്രതല പരപ്പളവ് πrl ആയിരിക്കും. ഉപരിതല പരപ്പളവ് πr സ്ക്വയർ പ്ലസ് πrl ആയിരിക്കും. ഒരു വൃത്തസ്തൂപികയുടെ വ്യാപ്തം അതേ അളവുകളുള്ള വൃത്തസ്തംഭത്തിൻ്റെ വ്യാപ്തത്തിൻ്റെ 1/3 ആയിരിക്കും. അതായത് വൃത്തസ്തംഭ വ്യാപ്തം πr സ്ക്വയർ എച്ച് ആണെങ്കിൽ സ്തൂപികയുടേത് 1/3 πr സ്ക്വയർ എച്ച് ആയിരിക്കും. ഒരു വൃത്തത്തിൽ നിന്ന് മുറിച്ചെടുക്കുന്ന വൃത്താംശം മടക്കിയാണ് സ്തൂപിക ഉണ്ടാക്കുന്നത്. വൃത്താംശമാണ് വക്രമുഖമായി മാറുന്നത്. അതോടൊപ്പം വൃത്താംശ ആരം സ്തൂപികയുടെ ചരിവുയരവുമാകും. ഒരു ഗോളത്തിന് ഒരു പ്രതലമേ ഉള്ളൂ. ആരം 6 ആയുള്ള ഗോളത്തിൻ്റെ പരപ്പളവ് 4 πr സ്ക്വയർ ആണെങ്കിൽ വ്യാപ്തം 4/3 πr³ ആയിരിക്കും. ഒരു അർധഗോളത്തിൻ്റെ 2 പ്രതലമുണ്ട്, പരന്ന പ്രതലവും വക്രതലവും. പരന്ന പ്രതലത്തിൻ്റെ പരപ്പളവ് πr സ്ക്വയർ, വക്രതല പരപ്പളവ് 2 πr സ്ക്വയർ, ഉപരിതല പരപ്പളവ് 3 πr സ്ക്വയർ, വ്യാപ്തം 2/3 πr³ എന്നിവ ആയിരിക്കും.